ന്യൂറോളജി ഇൻ ആയുർവേദ. സാധാരണ നമ്മൾ ന്യൂറോളജി ആയുർവേദത്തിൽ പറയുക വാദവ്യാധി എന്നാണ്. നമ്മളെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നാഡീവ്യൂഹങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെ നമ്മൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ആയുർവേദത്തിൽ വാദസംബന്ധമായ രോഗങ്ങൾ എന്ന് പറയും. അമിതമായ ആഹാരം, ഉറക്കക്കുറവ്, അതേപോലെ തന്നെ നമുക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാവുക, ഇതെല്ലാം നമുക്ക് ഈ വാദവ്യാധിക്ക് അഥവാ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്നു. സാധാരണയായി ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെമിപ്ലീജിയ അഥവാ പക്ഷാഘാതം, മൈഗ്രെയിൻ, തലവേദന മുതൽ നമ്മൾ ട്രൈജമൽ ന്യൂറോളജിയ, പാർക്കിൻസ് ഡിസീസ്, അങ്ങനെ കുറെ ഒട്ടനവധി രോഗങ്ങൾ വാദവ്യാധികളാണ് അഥവാ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കറിയാം, കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ട്രൈജമിനൽ ന്യൂറോളജിയ എന്ന ഒരു അസുഖം ബാധിച്ച് ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. അസഹ്യമായ ഒരു തലവേദന. അത് തലയുടെ, നമ്മുടെ ശരീരത്തിന്, മുഖത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഉണ്ടാവുക. ഇത് സഹിക്കാൻ പറ്റാതെ അവർ കുറെ പെയിൻ കില്ലറും സ്റ്റിറോയിഡ്സും എല്ലാം കഴിച്ച് നിവൃത്തി കെട്ടിട്ടാണ് ആയുർവേദത്തിലെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വന്നത്. വാദവ്യാധി ചികിത്സയിലൂടെ ഒരു 30 ദിവസത്തോളം അവർ ഇവിടെ ആശുപത്രിയിൽ കിടക്കുകയും എല്ലാവിധ ശിരോവസ്തി, നസ്യം, ശിരോധാര തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ചികിത്സകളും ചെയ്ത് വളരെ സമാധാനമായി ഇന്ന് അവർ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. എല്ലാ മാസവും അവർ വിദേശത്ത് നിന്ന് എന്നെ വിളിക്കും, ഡോക്ടർ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതേ കുറച്ച് മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യേണ്ടി, ഇതേ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന്. ഇതാണ് വാദവ്യാധി ചികിത്സ. നമുക്ക് ആയുർവേദത്തിൽ വളരെ നല്ല ഒരു ഫലം നമുക്ക് ലഭിക്കും.